റാം നാരായൺ റാം. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ദൈവം പോലും അമ്പരന്നു പോകാമെന്നു തന്നെ തോന്നുന്നു. ഇന്നത്തെ മനുഷ്യൻ ഏത് വഴി പോകുകയാണ് എന്ന് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്, സമൂഹത്തിൽ എവിടെയും സമത്വം എന്നതില്ല. വിഭജിച്ച് ആളുടെ ഈ തന്ത്രത്തിൽ ഇന്നത് ജാതിയുടെ പേരിലാണ് ആളുകളെ വിഭജിക്കുന്നത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ വിധത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. ഒരേ പ്രക്രിയയിലൂടെയാണ് ജനനം. ഒരേ നിറത്തിലുള്ള രക്തം നമ്മിൽ ഒഴുകുന്നു എങ്കിൽ പിന്നെ നമ്മൾ വേറൊരുവരായി മാറിയത് എങ്ങനെ? ആരാണ് നമ്മെ വിഭജിച്ചത്? ഇന്ന് ഇവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആരോ ഞങ്ങളെക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്നു, മറ്റൊരാൾ ഞങ്ങളെക്കാൾ താഴെയാണ്. പക്ഷേ ഇന്ന് വേണ്ടത് നമ്മുടെ ചിന്തയെ മാറ്റിക്കൊടുക്കുക. സമൂഹത്തിൽ വ്യാപിക്കുന്ന ജാതിവാദം വേരോടെ അകറ്റുകയാണ് ഏറ്റവും പ്രധാനമായത്. ഇന്ന് ജാതിയുടെ പേരിൽ ഓരോരുത്തരും പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്നു. ഇതിൽ സാധാരണ ജനങ്ങൾ സന്തോഷവാന്മാരാണ് എന്ന് പറയാനാവുമോ? ഇല്ല. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് സമാധാനവും ആനന്ദവും നിറഞ്ഞ ജീവിതമാണ്. ഇത് പറയുന്നത് തെറ്റായിക്കളയില്ല. ഇന്നും കുറച്ചുപേരെ കൂടി ചേർത്ത ചില വിഭാഗങ്ങൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രാഷ്ട്രീയ തന്ത്രം കളിച്ചുകൊണ്ട് നമ്മെ ഭരിക്കുകയാണ്. നാം അതിന് വഴങ്ങുകയും ചെയ്യുന്നു. കാരണം നാം അകത്തുനിന്ന് അത്രയും ബലഹീനരായി മാറിയിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ മതത്തിൻ്റെ പേരിൽ ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ട്. ഇതിന് സാമൂഹിക വിപരീതാവസ്ഥ എന്ന് വിളിക്കേണ്ടി വരും. ഒരു ഭാഗത്ത് അത്രയും പാവപ്പെട്ട കുട്ടികൾ ആഹാരത്തിനും പകുതിയായി കഴിയുന്നു. ഒരേ സമയം ക്ഷേത്രങ്ങളിൽ ലിറ്ററുകളിലധികം പാലും നെയ്യും പഞ്ചാമൃതവും ഉപയോഗിച്ച് പ്രതിമകൾക്ക് അഭിഷേകങ്ങൾ നടത്തുന്നു. ഇതാണോ മതത്തിൻ്റെ അർത്ഥം? ഇതെന്തെങ്കിലും വിധത്തിലും മതമാകില്ല. ദൈവം ഇത് കണ്ടുകൊണ്ട് സന്തോഷവാനാകുമോ? ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തുപോലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജാതിവാദം കളിക്കപ്പെടുന്നു. രാജതന്ത്രം മാറി കുടുംബതന്ത്രമായി മാറിയിരിക്കുന്നു. ജാതിയും മതവും പോലെ വലിയ പദങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ഈ കളികൾ പെട്ടെന്ന് നിർത്തേണ്ടതാണ്. നമ്മുടെ മതം അത്രയും ബലഹീനമാണോ? ആരോടൊപ്പമുള്ള ഇരിപ്പിലോ തൊടലിനാലോ അശുദ്ധമാകേണ്ടതുണ്ടോ? അത് മതമല്ല. അങ്ങനെ അശുദ്ധമാകുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കാം, എങ്കിൽ എന്തു ചെയ്യണം ഇതെല്ലാം അവസാനിക്കാനായി? അതിന് നമ്മൾ മനുഷ്യത്വത്തിൻ്റെ കൈപിടിക്കണം. നാം പരസ്പരം ആത്മാർത്ഥമായി ബന്ധപ്പെടുകയാണെങ്കിൽ പരസ്പരത്തിൻ്റെയും അകത്തുമുള്ള ആത്മാവിനോടും ചേർന്ന് ജീവിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ജനങ്ങൾ പറയുന്നു, ഒരാളുടേത് സനാതനധർമ്മം, മറ്റൊരാളുടേത് ഇസ്ലാം, മറ്റൊരാളുടേത് ക്രിസ്തുമതം. എന്നാൽ മതം എന്നത് പകുതിയാക്കാവുന്ന ഒരു കാര്യമാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയും മതപോരാട്ടമാണ്. ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം താനെന്ന് പറയുന്ന അതിൻ്റെ മതത്തെ സംരക്ഷിക്കുക, താൻ അനുസരിക്കുന്ന മതത്തിൽ ജീവിക്കുക. എന്നാൽ ചിന്തിക്കേണ്ടത്, നാം മതത്തെ സംരക്ഷിക്കുകയാണോ? മതമല്ലേ നമ്മെ സംരക്ഷിക്കുന്നത്? റാം നാരായൺ റാം എന്ന മഹാമന്ത്രത്തിലൂടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന നെഗറ്റീവ് എനർജിയെ എല്ലായ്പ്പോഴും അകറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിലൂടെ അന്ധകാരം മാറി ജ്ഞാനത്തിൻ്റെ പ്രകാശം പ്രചരിക്കട്ടെ. റാം നാരായൺ റാം എന്നതുമായി ചേരുന്നവർ വിജയകരമായ ജീവിതം നയിക്കുകയും തുടർച്ചയായി വിജയപഥത്തിലേക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നു. അതിനാൽ റാം നാരായൺ റാം ജപിക്കുക. കർമ്മത്തെയും ധർമ്മത്തെയും ആശങ്കപ്പെടേണ്ട. ഈ ബീജമന്ത്രം നിങ്ങളുടെ ഹൃദയത്തിൽ സമന്വയിക്കുമ്പോൾ കർമ്മവും ധർമ്മവും സ്വതവേ നിങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കും.